ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കൊല്ലത്താണ്. കൊല്ലം ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. ആക്ച്വലി സാമ്പ്രാണിക്കൊടി, മൺട്രോത്തുരുത്ത് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയപ്പോഴേക്കും നേരം വൈകിപ്പോയി, 4 മണിയൊക്കെ ആയി. ബീച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് തങ്കശ്ശേരി ഫോർട്ടും ലൈറ്റ് ഹൗസും ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതി നേരെ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ തങ്കശ്ശേരി ഫോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രതീക്ഷിച്ച പോലെ ഒരു കോട്ടയുടെ ഫീലൊന്നും നമുക്ക് അങ്ങനെ തോന്നിയില്ല. ചെറിയൊരു കോട്ട എങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് തൊട്ടടുത്ത് തന്നെ കടലുള്ളതുകൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ബോട്ടൊക്കെ ധാരാളം വന്ന് കിടക്കുന്നു. മോൻ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് എന്തോന്ന് ബോട്ടിൻ്റെ ചാകര എന്നാണ്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ അവിടെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നു. ഒരു പഴയ ബോട്ടിലാണ് എല്ലാം കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എല്ലാവരും കണ്ണെഴുതി പൊട്ടുതൊട്ട് നല്ല സുന്ദരികളായിട്ടാണ് അവിടെ നിരന്ന് കിടക്കുന്നത്. ഈ ബോട്ടിലാണ് എല്ലാം കെട്ടിയിട്ടേക്കുന്നത്, ഒറ്റ ബോട്ടിൽ. അപ്പോൾ ഒരു പഴയ ബോട്ടാണ്, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പൊളിഞ്ഞു പോയി. ഇവിടെ നിന്ന് അടുത്ത് പോയത് ലൈറ്റ് ഹൗസിലേക്കാണ്. ഏകദേശം അടുത്ത് തന്നെയാണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ അതിന് തൊട്ടടുത്തായി തന്നെ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്ക് കാണാൻ പറ്റും. നല്ല മനോഹരമായ ബോർഡൊക്കെ വെച്ച് ഒരു പാർക്ക്. പക്ഷേ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ നമുക്ക് അത്രയ്ക്കതൊന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു പാർക്ക് തന്നെ ആണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നിപ്പോവും. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത്. പാസ്സൊക്കെ എടുത്ത് പാർക്കിംഗ് ഫീയും കൊടുത്ത് അകത്ത് കയറിയിട്ടപ്പോൾ നമുക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല അവിടെ. ബ്രേക്ക് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതെന്നാണ്. ഇതിൽ വെള്ളം നിറച്ച് ചെറിയ ബോട്ടുകൾ ഇട്ട് പിള്ളേർ ഓടിച്ച് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ബോട്ടെല്ലാം കംപ്ലൈൻ്റായി അത് മാറ്റി വെച്ചിരിക്കുന്നു. അത് ഓപ്പൺ അല്ല, വെള്ളം തുറന്നു വിട്ടേക്കുന്നു. പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ ട്രാംപ്ലിങ് ചെയ്യാനുള്ള ഈ സെറ്റപ്പായിരുന്നു. പക്ഷേ അത് കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നു. ഇതിപ്പോൾ തുറക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഈ നമ്മളവിടെ ചെന്നപ്പോൾ 4:30 മണി കഴിഞ്ഞു. ഇത് എപ്പോഴത്തേക്ക് തുറക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണതെന്ന് അറിയത്തില്ല. പാർക്കിലെ പരിപാടി പൊളിഞ്ഞ സ്ഥിതിക്ക് കടലും കണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത് പോയത് ലൈറ്റ് ഹൗസിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് തുറക്കത്തില്ലായിരുന്നു. അത് കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടേക്കുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ആൾക്കാരെ കയറ്റുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും കൊല്ലം ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി വന്ന വഴിക്കാണ് അവിടെ സൈഡിലെല്ലാം മീൻ വെച്ചിരിക്കുന്നത്. നല്ല വലിയ വലിയ മീനുകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഐസിലിട്ട മീൻ, നല്ല ഫ്രഷ് മീനായിരുന്നു. മേടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തിരിച്ച് വീടെത്തുമ്പോഴേക്കും അത് ചീഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ മേടിച്ചില്ല. എല്ലാം നല്ല ഫ്രഷ് മീനാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞാൽ അവരപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും. ഞണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ മേടിക്കണം. നല്ല ഫ്രഷ് സാധനമാണ്. ദൂരമുള്ളവർ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചുകൊണ്ട് വരാം. എല്ലാം വലിയ ചൂര, ഞണ്ട്, കൊഞ്ച്, എല്ലാത്തരം മീനുകളും നമുക്കവിടെ കിട്ടുമായിരുന്നു. ഹാർബർ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ വലിയ വിലയൊന്നുമില്ല. ഒരു മാന്യമായ വിലയൊക്കെയാണ് അവർ കൊടുക്കുന്നത്. വരുന്ന വഴിക്ക് ഒരു കപ്പൽ അവിടെ നങ്കൂരമിട്ട് കിടക്കുന്നത് കണ്ടായിരുന്നു. 1 മാസമായി അവിടെ എത്തിയിട്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ്. ബീച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് മറൈൻ അക്വേറിയത്തിലും ഗാന്ധി പാർക്കിലൊക്കെ കയറണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് നമ്മൾ വന്നത് തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ അതും ഓപ്പണല്ല. 1 മാസമായിട്ട് അതും അടച്ചിട്ടേക്കാണ്. മത്സ്യകന്യയൊക്കെ കാട് കയറി നശിച്ച നിലയിലാണ്. അവിടെ മൊത്തം കാടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെക്കേഷൻ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കലാപരിപാടി അവർ കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ബീച്ചാണ്. ബീച്ചാകുമ്പോൾ പിന്നെ കടലവിടെ ഉണ്ടല്ലോ, അതിന് നശിപ്പിച്ച് കളയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അവിടെ ഇറങ്ങി കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചു. പിള്ളേരും വളരെ സന്തോഷത്തിലായിരുന്നു വെള്ളത്തിലിങ്ങനെ കളിക്കാനായിട്ട്. പാർക്കിൽ ഇറങ്ങണമെന്ന് മോഹമായിട്ടാണ് വന്നത് എല്ലാവരും. പക്ഷേ അത് നടന്നില്ല. പക്ഷേ വെള്ളം കണ്ടപ്പോൾ അവരെല്ലാം അത് മറന്നു. അതെല്ലാം മറന്ന് വെള്ളത്തിൽ അവർ സന്തോഷത്തിൽ. മോനൊക്കെ വെള്ളത്തിൽ തുള്ളിച്ചാടി കളിക്കുകയാണ്. തീരെ പോലും പേടിയില്ലാതാണ് വെള്ളത്തിൽ ഇറങ്ങി ഡാൻസ് കളിക്കുന്നത്. പക്ഷേ അവസാനം പണി വാളി കേട്ടോ. പിന്നെ കയറിങ്ങ് വന്ന് അങ്ങനെ ആ യാത്ര നമ്മളവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. കടൽ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം സന്ധ്യയോടുകൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ കൊല്ലം ഭാഗത്ത് ബീച്ചിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. പാർക്കിൽ കളിക്കാമെന്ന് കരുതി കുട്ടികൾക്ക് വാഗ്ദാനം നൽകി അങ്ങോട്ട് പോകരുത്. പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത്തരം പരിപാടികളെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.